ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട വെച്ചിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡിനകത്ത് മുട്ടയൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് 4 മണിക്ക് ചായൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. അതല്ല ഡിന്നറിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ്. ഞാൻ ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. ഇനി നമുക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കാം. പാൻ നല്ലപോലെ ചൂടായാൽ ഇതിനകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് 3 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയുടെയൊക്കെ കളർ ഒന്ന് മാറി വരുമ്പോഴേ ഇതിനകത്തേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. കനം കുറച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്തേക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോഴേ സവാള പെട്ടെന്ന് അങ്ങ് വഴന്ന് വന്നോളൂ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ കാബേജും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിക്കകത്തുള്ള കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കനം കുറച്ചിട്ട് നീളത്തിലായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം കുറേശ്ശെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇതിനകത്തേക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർക്കുമ്പോഴേ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റും കാബേജൊക്കെ ഒരുപാട് അങ്ങ് വെന്ത് ഉടയൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാലാണ് നമ്മളിതിനകത്തേക്ക് കെച്ചപ്പും അതുപോലെ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കണം. ചൂട് പോയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് മയോണൈസ് ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് റെഡിയാക്കാം. ഒരു ബൗളിനകത്തേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാൽ ചേർക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഉടനെ തന്നെ നമുക്കിതിനകത്തേക്ക് മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന ഈസ്റ്റ് നല്ലതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുക. എന്നാൽ നമുക്കിത് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന ഈസ്റ്റ് നല്ലതായിരിക്കും. ഇത് കണ്ടോ, 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നാൽ മാത്രമേ നമ്മുടെ ബ്രെഡൊക്കെ നല്ലതുപോലെ റെഡിയായിട്ട് കിട്ടുള്ളൂ. ഈസ്റ്റ് നല്ലതായിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡേറ്റ് കഴിഞ്ഞത് എടുക്കാണ്ടിരിക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. അതായത് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് യോജിച്ച് വന്നാൽ നമുക്ക് സ്പൂൺ മാറ്റി വെക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കുക. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡൊക്കെ കിട്ടുള്ളൂ. നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോഴേ നമ്മുടെ കയ്യിലൊക്കെ മാവ് ആകെ സ്റ്റിക്കി ആയിട്ടിരിക്കും. നമ്മുടെ മാവ് ഒരു സ്റ്റിക്കി പരുവായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് കൈയൊന്ന് നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുഴച്ചെടുക്കാം. അങ്ങനെയാകുമ്പോഴേ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി വീണ്ടും ഒട്ടിപ്പിടിക്കുന്ന പരുവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നല്ല പ്രസ് ചെയ്തിട്ട് മാവ് കുഴച്ചെടുക്കുക. ഞാനീ ചെയ്യുന്ന പോലെ നല്ലതുപോലെ കുഴച്ചിട്ട് വേണം എടുക്കാൻ. നല്ല സോഫ്റ്റായിട്ട് വേണം കിട്ടാൻ. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇതിൻ്റെ മുകളിൽ ശകലം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. നമുക്ക് ഈ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ച് വെക്കാം. അങ്ങനെ 1 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഈ മാവ് ഇങ്ങ് എടുക്കാം. ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് കുഴച്ചെടുക്കുക. നല്ല ശക്തിയിലൊന്നും കുഴച്ചെടുക്കണ്ട. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ബേക്ക് ചെയ്യാനുള്ള ട്രേയിൽ ശകലം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുപോലെയുള്ള ട്രേയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ട്രേ ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്തെടുത്താലും മതി. ഓയിൽ നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ മാവ് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല ശക്തിയിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ട. ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യുക.
അതിന് മുന്നായിട്ട് നമ്മുടെ ഫില്ലിംഗ് ഒക്കെ നല്ലതുപോലെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസ് ചേർക്കുമ്പോഴേ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഒരു ക്രീമി ആകുന്നവരെ ചേർത്ത് കൊടുക്കാം. നമുക്കിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴറിയാം നമ്മുടെ ഫില്ലിങ് ഒരു ക്രീം പരുവത്തിലായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ക്രീം പരുവാകുന്നവരെ നിങ്ങൾ മയോണൈസ് ചേർത്ത് കൊടുക്കുക. ആദ്യം ശകലം ചേർത്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനിതിനകത്തേക്ക് വീണ്ടും മയോണൈസ് ചേർക്കുന്നുണ്ട്. ഒരു ക്രീമി ആകുന്നവരെ മയോണൈസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ മാവൊന്ന് പരത്തിയെടുക്കണം. ശകലം പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഈ മാവ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യാം. ഇതിൻ്റെ പകുതി നമുക്ക് ഒന്ന് അടച്ച് വെക്കാം, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും ശകലം കൂടെ പൊടി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഞാൻ എടുക്കുന്ന ട്രേ വലുതായതുകൊണ്ടാണ് ഇത് ഒരെണ്ണാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്കുന്ന ട്രേ ചെറുതാണെങ്കിൽ 2 സ്നാക്കാക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ കുറച്ച് നീളത്തിലും അതുപോലെ വീതിയിലും ആക്കിയിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഒരു മാവ് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്, ട്രേയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ മുഴുവൻ ഫില്ലിങ്ങും ഞാൻ ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ 4 സൈഡിലും നമ്മുടെ ഫില്ലിങ് ആവാണ്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് കവർ ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി അടുത്ത മാവ് എടുത്തിട്ട് വീണ്ടും നമുക്ക് നേരത്തെ പരത്തിയ പോലെ കുറച്ച് വലുതാക്കിയിട്ട് വേണം പരത്തിയെടുക്കാൻ. നേരത്തെ നമ്മൾ പരത്തിയതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ വലുതാക്കിയിട്ട് പരത്തിയെടുക്കാം. കാരണം നമ്മളിത് കവർ ചെയ്തെടുക്കാനുള്ളതാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള മാവായതുകൊണ്ട് നമുക്കിത് കൈകൊണ്ട് എടുക്കാൻ പാടാണ്. ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ശകലം പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പരത്തിയെടുക്കുന്ന ഈ റോളറിൽ ഇങ്ങനെ ചുറ്റിയതിന് ശേഷം മുട്ടയൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ അങ്ങ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് കവർ ചെയ്തെടുക്കണം. അതായത് ഈ മുകൾ ഭാഗത്തുള്ള മാവ് നമ്മൾ താഴ്ഭാഗത്തുള്ള മാവിൻ്റെ താഴോട്ടാക്കി വെച്ച് കൊടുക്കുക. ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇത് ബേക്ക് ആകുമ്പോൾ ഇങ്ങനെ തുറന്നു പോകത്തൊന്നുമില്ല, നല്ല പോലെ കവറായിട്ട് കിട്ടും. എല്ലായിടത്തും നല്ലതുപോലെ സീൽ ചെയ്ത് കൊടുക്കുക. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഒന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഇനി ബാക്കി ചെയ്യുന്നത്. ഇങ്ങനെ അടച്ചു വെക്കണം കേട്ടോ. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് വീണ്ടും നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ബേക്ക് ചെയ്യുമ്പോൾ വീണ്ടും പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ്, നല്ലതുപോലെ പൊങ്ങി വരും. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് മുട്ടയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മുട്ടയുടെ മഞ്ഞക്കരു മാത്രമേ എടുത്തിട്ടേ ഉള്ളൂ. ഇതിനകത്തേക്ക് പാൽ വേണമെങ്കിൽ പാൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി മുട്ട ചേർക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പാൽ മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നല്ലതുപോലെ ഒരു ഗോൾഡൻ കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഞാൻ ഓവന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 35 മിനിറ്റോളം 180 ഡിഗ്രിയിൽ തന്നെ ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്ക് നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടാണ്. ചൂടോട് കൂടിയിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ശകലം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡാണ് കേട്ടോ. ഇങ്ങനെ ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും ഒന്നും കൂടെ കവർ ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് കിട്ടിയിട്ടുള്ളത്. ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതിന് മുന്നേയിട്ട് ഞാനിതൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് മല്ലിയില വെച്ച് കൊടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വെക്കാം. ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം എടുക്കുക. ഇത് ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് ചൂടൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴേ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് കിട്ടിയിട്ടുള്ളത് എന്ന്. ഇത് നമുക്ക് സ്റ്റവ് ടോപ്പിലും ചെയ്തെടുക്കാം കേട്ടോ. ഫില്ലിംഗ് ഒക്കെ നല്ലതുപോലെ ഉണ്ട്. മുട്ടയും ഈ ഫില്ലിങ്ങും ബ്രെഡും എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ താഴ്ഭാഗമൊക്കെ കണ്ടോ നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിച്ചേക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ആയതുകൊണ്ട് നമുക്കിത് എത്ര കഴിച്ചാലും മതിയാവില്ല. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
നമുക്കിത് പിള്ളേർക്ക് ടിഫിനായിട്ട് കൊടുത്തു വിടാം. അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. മുട്ടയും ഇതിലെ ഈ മസാലയും എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ സെർവ് ചെയ്തിട്ട് വെക്കുമ്പോൾ ഒരു കാണാനും ഭംഗിയാണ്. അത് കഴിച്ച് നോക്കുമ്പോൾ അതിനേക്കാളും ടേസ്റ്റായിരിക്കും. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം.